ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് കുറച്ച് കുഞ്ഞു കുഞ്ഞു യാത്രകളും പുതിയ പുതിയ വിശേഷങ്ങളും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സ്കിപ്പ് ചെയ്യാതെ അപ്പം വേഗം വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായിട്ടുണ്ട്. ഇപ്പോൾ നേരെ പോകുന്നത് മൊബൈലിലേക്കാണ്. വേറൊന്നിനും അല്ല പോകുന്നത്, നമ്മുടെ സന നാട്ടിൽ നിന്ന് അവളുടെ സിമ്മ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിമ്മ് എക്സ്പയർ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് അവളുടെ എന്താ പറയുക എമിറേറ്റ്സ് ഐഡിയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്ന മെഷീൻ സഫാരി മാളിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു. അതറിഞ്ഞിട്ട് പോവുകയാണ്. സഫാരി മാളിലൊക്കെ വന്നിട്ട് ഒരുപാട് നാളായി. ഇപ്പം ഇങ്ങനെ ഒരു ആവശ്യം ആയതുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഈ ബിൽഡിംഗ് കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ ഞാൻ ഈ ബിൽഡിംഗ് ശ്രദ്ധിക്കാൻ കാരണം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പനമരം വെച്ച് പിടിപ്പിച്ചേക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു കൗതുകമായിട്ട് തോന്നി. അങ്ങനെ ഞാൻ വീഡിയോ എടുത്താണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ആ മെഷീൻ എങ്ങനെയുള്ളതാണെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. അവൾ പറഞ്ഞത് അവിടെ അതിൻ്റെ ഉള്ളിൽ സ്റ്റാഫ് ഉണ്ടാവും എന്നാണ്. അങ്ങനെ മെഷീൻ തപ്പി അതിൻ്റെ ഉള്ളിൽ കുറച്ചധിക നേരം കറങ്ങേണ്ടി വന്നു. അവസാനം നമ്മൾ മെഷീൻ കണ്ടുപിടിച്ചു. അങ്ങനെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു തമ്പ് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നോർമലി 3 മാസത്തിനുള്ളിൽ അത് കട്ടായി പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൾ നാട്ടിൽ പോയിട്ട് 1 വർഷത്തിന് മേളിലാകുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ നടന്ന് നമ്മൾ ബസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. UAE വന്നിട്ട് ഇപ്പോൾ ഏകദേശം കുറേ വർഷങ്ങളായി. എനിക്ക് തോന്നുന്നു 2018 ഫസ്റ്റായിട്ട് ഞാൻ UAE വരുന്നത്. അത് തൊട്ട് ഇതുവരെ 2024 വരെ ഇവിടെ നിന്നിട്ടുണ്ട്. ഒരു തവണ എക്സ്പോ കാണാൻ പോയ സമയത്ത് എക്സ്പോയുടെ ബസ്സിൽ ഞാൻ ജസ്റ്റ് കയറിയിട്ടുണ്ടെന്നല്ലാതെ ഒരു ബസ് യാത്ര അത് ഇന്ന് വരെ നടത്തിയിട്ടില്ല. ഭയങ്കര ആഗ്രഹമാണ്. ഇവിടുത്തെ മറ്റേ ഡബിൾ ഡെക്ക് ബസ്സിനകത്തൊക്കെ കയറണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ മൊബൈലിൽ നിന്ന് റോളയ്ക്ക് ബസ് കയറിയിട്ട് പോകാമെന്ന്. അങ്ങനെ ഇവിടെ ബസ്സിനൊക്കെ നമ്പേഴ്സാണ്. അപ്പോൾ X14 എന്നാണ് റോളയ്ക്കുള്ള ബസ്സിൻ്റെ നമ്പർ. അങ്ങനെ ബസ്സൊക്കെ വന്നു. അങ്ങനെ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിലെ പോലെ കണ്ടക്ടറും ടിക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിലില്ല. ഡ്രൈവറിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ പൈസ കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കുക. അതുപോലെ കാർഡ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൊടുത്തതിൻ്റെ പകുതി പൈസ വേണം. അങ്ങനെ കുറച്ച് ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് കിട്ടിയത്. പക്ഷേ നൈസ് ട്രാവലായിരുന്നു. പക്ഷേ വൈകുന്നേരമാണ് നമ്മളവിടുന്ന് കയറിയെങ്കിലും രാത്രി ഇരുട്ടി നമ്മൾ റോളയിൽ എത്തിയപ്പോഴത്തേക്ക് നിർത്തി അങ്ങനെ വന്നപ്പോൾ കൂടുതൽ ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെയാണ് ഞാൻ കണ്ടത്. അങ്ങനെ ദേ റോളയിലെത്തി. അവിടുത്തെ പാർക്കിലൊന്നും വലുതായിട്ട് ആൾക്കാരൊന്നും ഇല്ല. അങ്ങനെ ഞാനിങ്ങനെ വെച്ച് പിടിച്ച് ഇങ്ങനെ എൻ്റെ ഫ്ലാറ്റിലേക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ ഫ്ലാറ്റിലേക്ക്. അങ്ങനെ ദേ ഇവിടെ പൊതുവെ ഭയങ്കര തിരക്കുള്ള ഒരു ഏരിയ ആണ് റോളെന്ന് പറയുന്നത്. ഒരു എന്താ പറയുക കൺജസ്റ്റഡ് ആയിട്ടുള്ള, ഇവിടെ ഏറ്റവും കൂടുതലും ഗോൾഡിൻ്റെ ഷോപ്പുകളാണുള്ളത്. ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന ദീപാവലിയുടെ ടൈം ആയതുകൊണ്ട് ഷോപ്പിലേക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ തിരക്കെ കണ്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് നമ്പേഴ്സ് എഴുതി ഇങ്ങനെ കാർഡ് ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത് കണ്ടത്. ഇത് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും വീഡിയോ എടുത്തു. അങ്ങനെ നേരെ ഫ്ലാറ്റിലേക്ക് നടക്കുകയാണ്. നടന്നപ്പോഴാണ് മനസ്സിലായത് റോളിൽ നിന്ന് നടക്കാനുള്ള ദൂരത്തിലാണ് ഫ്ലാറ്റ് ഉള്ളത്. വണ്ടിയിൽ വരുമ്പോൾ കുറച്ച് ദൂരം ഫീൽ ചെയ്യെങ്കിലും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അങ്ങനെ നടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ക്യൂട്ട് റാണി പിങ്ക് കളറിൽ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടം പോലെ ഒരു വണ്ടി എൻ്റെ കണ്ണിൽ കൂടെ അങ്ങനെ പാസ് ചെയ്ത് പോയത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റിയില്ല. വണ്ടിയുടെ ഡീറ്റെയിലൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷെ മറ്റു വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതാണ്, കളിപ്പാട്ടം പോലെ ഇരിക്കുന്നുണ്ട്. നമ്പറും നല്ല രസമുണ്ട്, 312 എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നേരെ ഫ്ലാറ്റിലോട്ട് പോവാണ്. ഇനി നേരെ റെഡിയായി മൊബൈലിലേക്ക് വീണ്ടും പോകണം. മൊബൈലിൽ നിന്ന് വന്നിട്ട് വീണ്ടും അങ്ങോട്ട് പോകുന്നതിൻ്റെ റീസൺ വേറൊന്നുമല്ല, അതൊരു മെഷീൻ ഉണ്ടാക്കിയ കഥയാണ്. മെഷീൻ എന്ന് പറയുമ്പോൾ എൻ്റെ സ്റ്റിച്ചിങ് മെഷീൻ ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണ് സെല്ല് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള അടുത്ത വീഡിയോയിൽ പറയും. അപ്പോൾ മെഷീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി ഫ്ലാറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് കുറച്ചധികം സമയം സംസാരിച്ചപ്പോൾ വർഷങ്ങളുടെ ഒരു ആത്മബന്ധം പെട്ടെന്നുണ്ടായി. അതെങ്ങനെയാണ് അങ്ങനെ സഡനായിട്ടൊക്കെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക, ഒരു ഫാമിലിയായിട്ടൊരു അറ്റാച്ച്മെൻറ്റ്, ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ റെയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പെട്ടെന്ന് സഡനായിട്ട് എന്താ പറയുക, ഈ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യേണ്ടത് അമ്മേനെ. കാരണം എൻ്റെ ഉമ്മിച്ചാൻ്റെ എല്ലാ മാനറിസംസും അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര സിമിലാരിറ്റി ഉണ്ട് അവർ തമ്മിൽ. അതുകൊണ്ടാണ് പെട്ടെന്ന് എന്താ പറയുക നമ്മൾ അറ്റാച്ച്ഡ് എനിക്ക് പെട്ടെന്ന് സംസാരത്തിലും പ്രവൃത്തിയിലും പിന്നെ ഫുഡ് കഴിപ്പിക്കുന്നതിലൊക്കെ ഉമ്മാൻ്റെ ഒരു ചായവുണ്ട്. അത് പെട്ടെന്ന് ഫീൽ ചെയ്തു. എന്താ പറയുക എല്ലാവരും ഫാമിലിയിലുള്ള എല്ലാവരും ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള മനുഷ്യരാണ്, നല്ല മനുഷ്യരാണ്. ഞാൻ കണ്ടതിൽ വെച്ച് നല്ല മനുഷ്യരാണ്. പിന്നെ ലൈഫ് ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്റ്റക്കായി നിൽക്കുമ്പം എന്താ പറയുക അതിനൊരു ട്വിസ്റ്റ് ഇടാൻ ദൈവം കുറച്ച് ആൾക്കാരെ വിടുമെന്ന് പറയുന്ന പോലെ അങ്ങനെ വന്നൊരു ലൈഫിലേക്കൊക്കെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടന്നു വന്നൊരു ഫാമിലിയാണ്. അങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നേരെ പോയിട്ട് ഫുഡ് കഴിക്കണം, കുറച്ച് നേരം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ ഫ്ലാറ്റിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. ഈ ഫ്ലാറ്റും വളരെ ക്യൂട്ടാണ്. ഞാൻ ഒരു വെറൈറ്റിയാണ്, പക്ഷെ എനിക്ക് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല.
7 മണിക്ക് ഇവിടെ എത്തണം എന്നാണ് അമ്മ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ സമയം കുറച്ച് 9 മണി 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇച്ചിരി ലേറ്റായിപ്പോയി. അപ്പോൾ അതേ രശ്മിയാണ് കഥ തുറന്ന് തന്നത്. ലേറ്റായി എന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ നേരെ കയറിയപ്പോൾ തന്നെ 7 മണിക്ക് വരുമെന്ന് പറഞ്ഞാൽ അമ്മ ചായക്ക് കടിയായിട്ട് കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അത് കണ്ടപ്പോൾ ഉമ്മാനെയാണ് ഓർമ്മ വന്നത്. ഞാൻ അവിടെ നിന്നിട്ട് പറയുകയും ചെയ്തു, ഇത് ഉമ്മ ഉള്ളപ്പോഴാണ് ഉണ്ടാക്കി തന്നത്, ലാസ്റ്റ് ഉമ്മയാണ് ഉണ്ടാക്കി ലാസ്റ്റ് കഴിച്ചതെന്നുള്ളത്. പെട്ടെന്ന് ഉമ്മാനെ മിസ് ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞ അമ്മ. ഉമ്മയായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് അമ്മയ്ക്കുണ്ട്. അതാണ് അമ്മയോട് പെട്ടെന്ന് അറ്റാച്ച്ഡ് ആയത്. എന്താ പറയുക, പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് ഞാൻ വീഡിയോയുടെ കാര്യമൊക്കെ മറന്നുപോയി ഗൈസ്. എല്ലാം കഴിഞ്ഞ് പോകാൻ ഇറങ്ങിയപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർത്തത്. അങ്ങനെ രശ്മി, അമ്മ, മോള്, ഹരിച്ചേട്ടനെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് നേരെ ഫ്ലാറ്റിൽ വന്നപ്പോഴാണ് ഓർത്തത് വളരെ അർജൻറ്റായിട്ടുള്ളൊരു കാര്യം ഞാൻ മറന്നുപോയിന്ന്. ഇപ്പോൾ സമയം 4:24 വെളുപ്പാങ്കാലാണ്. ഒരു മനുഷ്യ കുഞ്ഞുങ്ങൾ പോലും റോഡിലില്ല. ഒരു അത്യാവശ്യമായിട്ടൊരു സാധനം വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പം നേരെ ഷോപ്പിലേക്ക് വെച്ച് പിടിക്കുകയാണ്. എന്താണ് വാങ്ങാൻ പോയത്, എന്തിനാണ് ഈ പാതിരാത്രിക്ക് പോകുന്നതെന്നൊക്കെ ഉള്ളത് ഇനി പിന്നാലെയുള്ള വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇവിടെ അടുത്ത് തന്നെ 24 hours ഓപ്പൺ ആയിട്ടുള്ള ഡിസ്കൗണ്ട് സെൻറ്റർ ഉണ്ട്. നേരെ പോകുന്ന അങ്ങോട്ടാണ്. നാടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ചില കാര്യങ്ങളിൽ ഒന്നാണ് ഏത് പാതിരാത്രിക്കും ഏത് വെളുപ്പാങ്കാലത്തും നമുക്ക് ധൈര്യമായിട്ട് നടന്ന് പുറത്ത് പോകാൻ പറ്റുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ. അതും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണത്. അപ്പോൾ നേരെ പോയി സാധനമൊക്കെ വാങ്ങി റിട്ടേൺ വന്നു. അപ്പോൾ ഒരു ദിവസം ഹാപ്പി ആയിട്ട് തുടങ്ങി ഹാപ്പി ആയിട്ട് അവസാനിച്ചു. എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്ന, എല്ലാ മനുഷ്യനും ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സന്തോഷമായിട്ട് തുടങ്ങി സന്തോഷമായിട്ട് ഒരു ദിവസം തീരാന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യം ചെയ്ത കാര്യമാണ്. അപ്പോൾ ഈ ഒരു ദിവസം സ്പെഷ്യലാക്കി തന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. അമ്മയ്ക്ക്, രശ്മിക്ക്, ഹരിച്ചേട്ടന്, അവരോടൊക്കെ സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനോടും ഒക്കെ ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്